അപ്പൊ ഞങ്ങള് ബബ്ബ മൂവി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ പറയാൻ. അപ്പൊ കഴിഞ്ഞ് കണ്ടു, അടിപൊളി പടം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ കാണാനായിട്ട് കുറച്ച് നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന പടങ്ങളിലൊന്നാണ്. കാരണം അതിന്റെ തിയേറ്റർ റിലീസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ ഡിസംബറിലേക്ക് മാറ്റിയായിരുന്നു. ആ കാസ്റ്റാണ് നമ്മളെ ഇങ്ങനെ ഒന്ന് പിടിച്ചത്. അതായത് ആദ്യം നമ്മൾ ദിലീപിന്റെ പടം, കൂടെ വിനീത് ശ്രീനിവാസനുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, മൊത്തത്തിൽ രസമായിട്ടിരിക്കുമായിരുന്നു. അതിൽ ഇച്ചിരി കഴിഞ്ഞപ്പോൾ നമ്മൾ അറിയുന്നത് മോഹൻലാൽ അതിലുണ്ടെന്നുള്ളത്. പിന്നെ ലാസ്റ്റ് വന്ന ട്രെയിലറിൻ്റെ അകത്ത് അത് പ്രോപ്പറായിട്ട് എന്ന് വെച്ചാൽ മോഹൻലാൽ ഉണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ പുള്ളി ഇങ്ങനെ എടുത്താൽ കാണിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ട്രെയിലർ വന്നപ്പോൾ ട്രെയിലറിൻ്റെ ഗസ്റ്റ് അപ്പിയറൻസ് എന്നുള്ള രീതിയിലാവുന്നുണ്ട്. പക്ഷേ ആ ട്രെയിലർ വന്നപ്പോൾ മനസ്സിലായി പ്യൂർ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് അല്ല, കുറച്ച് എന്തൊക്കെയോ പുള്ളി ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ മൂവിയെ പറ്റി പറയുവാണെങ്കിൽ ഒരു അടിപൊളി പടം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി പടം, അത്രേ ഉള്ളൂ. അതിൽ സംസാരിക്കാനോ ഡിഫൈൻ ചെയ്യാനോ ഒന്നുമില്ല. കഥയൊന്നും നോക്കരുത്. നിങ്ങൾ തിയേറ്ററിൽ കയറി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും മൂവിക്ക് ഒരു ലോജിക്കും ഇല്ല. അത് അവരുടെ പോസ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്, നോ ലോജിക് ഓൺലി മാഡ്നസ്. ആ മാഡ്നസ് പക്ക മാഡ്നസ് തന്നെയാണ്, വേറെ ഒരു വട്ടുപടം. മലയാളത്തിൽ പറയാൻ അത്രേ ഉള്ളൂ, ഒരു വട്ടുപടം. അതെ, പാട്ട് ഇപ്പൊ റിലീസ് ആയ സമയത്ത് കുറച്ച് നെഗറ്റീവ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ചല്ല അത്യാവശ്യം നല്ലപോലെ നെഗറ്റീവ് വന്നായിരുന്നു. നമ്മളും കേട്ടപ്പം ഇത് എന്തൊരു പാട്ടാ എന്നുള്ളൊരു സംഭവം. പക്ഷെ മൂവിയിൽ കയറിയിട്ട് ആ പാട്ട് വരുന്ന സീനും ആ പാട്ടും കൂടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഓളം ഉണ്ട്. മൂവിക്ക് കറക്റ്റ് ആയിട്ടുള്ള തിയേറ്ററിൽ പിള്ളേരൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി കറങ്ങി ഓടിയൊക്കെ നടക്കുമായിരുന്നു. അടിപൊളിയായിരുന്നു. ഫിലിമിലെ കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുത്ത് ഒരാളെ പറയാൻ പറ്റില്ല. ദിലീപ്, മോഹൻലാല് അവരാണ് മേജർ കഥാപാത്രങ്ങൾ. പക്ഷെ എന്നാൽ മേജർ ശ്രീനിവാസൻ ധ്യാനുണ്ട്. അപ്പൊ ഇവരെല്ലാരും മേജർ കഥാപാത്രങ്ങളാണെങ്കിൽ തന്നെയും അതിലെ എല്ലാ ആളുകളും ഈക്വലായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് ആക്ടേഴ്സ്. ഒരു ആക്ഷൻ കോമഡി ജോണർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാരും ഇല്ലാതെ ആ ഒരു കംപ്ലീറ്റ്നെസ് നമുക്ക് കിട്ടത്തില്ല. എല്ലാവരും ഉണ്ട്, എല്ലാവരുടെയും ഭാഗം നല്ലപോലെ ചെയ്യുന്നുമുണ്ട്. പിന്നെ പറയുവാണെങ്കിൽ ഇതുവരെയുള്ള നമ്മൾ കണ്ടിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ മലയാളം മൂവീസിലാണ്. ഇപ്പം ദിലീപിൻ്റെ ആണെങ്കിലും നമ്മുടെ ലാലേട്ടൻ്റെ ആണെങ്കിൽ ഈവൻ മമ്മൂക്കയുടെ വരെ റെഫറൻസ് ഉണ്ട്. അങ്ങനെ കുറേ മൂവീസിലെ ചില നമുക്ക് ഇഷ്ടപ്പെടുന്ന റെഫറൻസുകൾ കൊണ്ടുവന്ന് ഇട്ട്, അതും നമ്മളെ ഒരിക്കലും ബോറടിപ്പിക്കുന്നില്ല. എല്ലാം കറക്റ്റ് ആപ്റ്റ്, എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നത്. അതെ, ഒന്ന് കുത്തിക്കയറ്റി വെച്ചേക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തില്ല. ചില പടങ്ങളിൽ നമ്മളുടെ പഴയ ചില പടങ്ങളുടെ ഭാഗങ്ങൾ കയറ്റി വെക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെന്തിനാ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നേ. അങ്ങനെ ഒരു തോന്നൽ അവിടെ വരത്തില്ല. കാരണം എല്ലാം കറക്റ്റായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ അത് തിയേറ്ററിൽ പോയിട്ട് ആ തുടക്കത്തിൽ ആ സംഭവങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മളെ ഈ നൊസ്റ്റാൾജിക്കായിട്ട് പലയിടത്തും ഇങ്ങനെ പിടിച്ച് നമ്മളെ കൊണ്ടുവരണം. അങ്ങനത്തെ ഒരു തോന്നൽ ഇങ്ങനെ അതോ ഒരു കാര്യത്തിലോ രണ്ട് കാര്യത്തിലോ അല്ല, തുടക്കം തൊട്ട് ഒടുക്കം വരെ നമ്മൾ ജസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നെയിം ബോർഡ്സ് വരെ വായിക്കണം. ചെറിയ കാര്യങ്ങൾ വരെ വായിക്കണം. നെയിം ബോർഡ്, വണ്ടികളുടെ നമ്പർ എല്ലാം നോക്കണം. എല്ലാം എവിടേക്കോ നമ്മളെ കണക്ട് ചെയ്യും. അങ്ങനെ എന്ന് വെച്ചാൽ പഴയ നമ്മൾ കണ്ടുവന്ന പല പടങ്ങളും നമ്മളെ ഇമോഷണലി തൊട്ടിട്ടുള്ള പടങ്ങളെല്ലാം വീണ്ടും നമ്മൾ ഒന്നുകൂടെ സഞ്ചരിച്ച പോലത്തെ ഒരു ഫീൽ കിട്ടും. പിന്നെ ദിലീപിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിൽ ദിലീപ് ഫിലിംസ്, ദിലീപിന്റെ പടങ്ങൾ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു ആക്ഷൻ കോമഡി അല്ലെങ്കിൽ പ്യൂർ കോമഡി. ഇപ്പൊ അത് മിസ് ചെയ്യുന്ന ഒരു ടൈം ആയിരുന്നു ദിലീപ് ഫാൻസിന്. പ്രത്യേകിച്ച് ആ ഒരു ടൈപ്പ് മൂവീസ്, ദിലീപിന്റെ കോമഡികൾ അതെല്ലാം മിസ് ചെയ്തിരിക്കുവായിരുന്നു. അപ്പൊ ദിലീപ് ഫാൻസിന് ഇതൊരു ആഘോഷമാണ്. അതെ, അവർക്കൊരു കംബാക്ക് ആണ്. അതുപോലെ തന്നെ മോഹൻലാലിന്റെ ആ ഒരു നമ്മൾ എന്തോ പറയണ്ടേ. ഞാൻ പറയാം, മോഹൻലാലിന് ഇതൊരു സെലിബ്രേഷൻ ആയിരുന്നു. അങ്ങനെ പറയുന്നതായിരിക്കും. മോഹൻലാൽ പുള്ളി അങ്ങ് സെലിബ്രേറ്റ് ചെയ്യും. അതേ സംഭവിച്ചു. പുള്ളി അതിനകത്ത് അഭിനയിക്കാനോ അല്ലെങ്കിൽ എഫേർട്ട് ഇടാനോ യൂഷ്വലി എന്താണോ അതങ്ങ് ഒന്നുകൂടെ അങ്ങ് തകർത്തങ്ങ് ചെയ്തു. വേറെ സംഭവമൊന്നുമില്ല. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു നല്ല പടമാണ്. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും എടുത്തു പറയാൻ ഇതിന്റെ ഒരു കുറ്റം എന്ന് അങ്ങനെ എടുത്ത് പറയാനില്ല. കാരണം ഈ ആൾക്കാർ സിനിമ കാണാൻ പോകുന്നത് എന്നെ കുറ്റം പറയാനാണ്. അതുകൊണ്ട് പറഞ്ഞതായി കുറ്റം എന്ന് എടുത്ത് പറയാനില്ല എന്നുള്ളത്. സത്യത്തിൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ്. ആ എന്റർടൈൻമെന്റ് ഭാഗം ഇത് വളരെ വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ആ എന്റർടൈൻമെന്റ് നമുക്ക് തുടക്കം തൊട്ട് ഒടുക്കം വരെയും കിട്ടുന്നുണ്ട്. സിനിമ തീർന്നാലും എന്റർടൈൻമെന്റ് അങ്ങനെ നമുക്ക് പറയാം. ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനും വേണ്ടിയിട്ടുള്ള പടക്കങ്ങൾ മൊത്തം ആ സിനിമയിൽ അടിച്ചു തീർത്തിട്ടുണ്ട്. അത് കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. പടക്കങ്ങൾ മൊത്തം പൊട്ടിച്ച് തീർത്തു. അപ്പോൾ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി ഇത് കാണണം. കാരണം ഇതൊരു പ്രോപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, അല്ലാതെ OTT നിന്ന് കിട്ടാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഇത്. അപ്പൊ പിന്നെ നമ്മൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഇത്രയൊക്കെ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അല്ലാതെ വർത്തിയാണ് അല്ലെങ്കിൽ വർത്തി അല്ല അങ്ങനെ ഒരു സംഭവമില്ല. ഈ പടം നിങ്ങൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ എന്റർടൈൻമെന്റ് ഉണ്ട്. അതെ, അത് കൊണ്ടുപോയി അത്ര അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് വന്ന് രേഖപ്പെടുത്തുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണോ തോന്നിയതെന്ന്, അതല്ല വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും പറയുക. അപ്പൊ ശരി.